അവനെ 12 കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. മതി, അത്രയും മതി. അപ്പൊ ദൈവമക്കൾ എന്നുള്ള ആ പദവിയെ കുറിച്ചാണ് ഇന്ന് രാത്രി അല്പസമയം ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാന് ശുശ്രൂഷയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഒരു 3 വർഷത്തോളമായി. അതിന് ഏകദേശം 1 വർഷം മുമ്പ് ഈ സുവിശേഷങ്ങളുടെ പ്രാരംഭവാക്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ, അതായത് മുമ്പ് വായിച്ച് വിട്ട വേദഭാഗങ്ങളൊക്കെ, നമ്മൾ സാധാരണ വായിച്ചു വിടുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് അതിലെ സത്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിച്ചു. ശരിയായിട്ടും അതിന്റെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല കാര്യമായിട്ട്. ശരിയായിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബൈബിള് തരുന്ന അറിവിന്റെ ഒരു ചെറിയ ഭാഗം പോലും എനിക്കറിയത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അറിയപ്പെടുന്നത് റിട്ടയർഡ് പാസ്റ്ററാണെന്ന് അറിയപ്പെടുന്നെങ്കിലും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നത് ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ്. കാരണം ഞാൻ വചനം പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോള് യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ സത്യം ഉള്ളതുപോലെ അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വലിയ പരിവർത്തനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മള് 2 കൊരിന്ത്യൻസ് 3 നമ്മൾ വായിക്കുന്നത്, ദൈവപ്രതിമയായ 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണുണ്ടാക്കിയെന്നുള്ള വായിക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ സുവിശേഷത്തിന്റെ തേജസ് പ്രകാശിക്കാത്തത് ഈ സമുദായക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് ജാതികൾക്കൊക്കെയാണ് അത് പ്രകാശിക്കാത്തത്, നമുക്കല്ല, നമ്മൾ ഈ സുവിശേഷത്തിന്റെ പ്രകാശനത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിന്റെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ആകമാനം പരിവർത്തനം ഉണ്ടാക്കുന്ന ഒന്നാണ്. ആ നിലയിലേക്ക് നമ്മുടെ വേർപെട്ട സഭകൾ ആയിത്തീരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ അതൊരു ഗൗരവമായ വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ശ്രദ്ധ തിരിച്ചതേ ഉള്ളൂ, ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരിക്കൽ ജഡത്തിൽ നിന്ന് ജനിച്ചവരാണ്. മാതാപിതാക്കളിൽ നിന്നും സ്വാഭാവികമായ മാതാപിതാക്കളുടെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും ഉളവായവരാണ്. അങ്ങനെ ഒരിക്കൽ ജനിച്ചവര് പിന്നീട് നമ്മളെ വീണ്ടും ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള ജനനത്തിലൂടെ ദൈവമക്കളായി തീരുക എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. അതിന് മുഖാന്തരമായി തീർന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഒന്നാമത്തെ ജനനത്തിൽ നമ്മൾ ബലഹീനരായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു. രണ്ടാമത്തേത് ശക്തനായവരിൽ നിന്ന് ജനിക്കുന്നു. ഒരു ശക്തമായ ദൈവപ്രവൃത്തി അതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ജന്മം, നമ്മൾ പലപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നമ്മുടെ ലോകപ്രകാരമുള്ള ജന്മമാണ് ആഘോഷിക്കുന്നത്. ശരിയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മുടെ വീണ്ടും ജന്മമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം അത്രമാത്രം വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമുക്ക് നമ്മുടെ വീണ്ടും ജന്മത്തിന് മുഖാന്തരമായ പ്രവൃത്തി എന്താണ്? 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നു യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു വലിയ ഭേദഭാഗമാണെങ്കിലും ഞാൻ അതിനകത്തുനിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ.
ഈ നമ്മുടെ രണ്ടാമത്തെ ജന്മത്തിന്റെ ആധാരമായിരിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ. അപ്പോ നമ്മൾ രണ്ടാമത് ജനിച്ചില്ലേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ പിന്നിലുള്ള വലിയ സംഭവം. അപ്പൊ നമ്മുടെ ഈ ദൈവമക്കൾ എന്നുള്ള നമ്മുടെ പദവി എത്ര വലുതാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മുടെ ലോകപ്രകാരമുള്ള നമ്മുടെ ജന്മമാണ്. നമ്മുടെ ലോകത്തിലുള്ള മനുഷ്യർ നമ്മളെ കുറിച്ച് അറിയുന്നത് നമ്മുടെ ഈ ലോകത്തിലെ അപ്പന്റെയും അമ്മയുടെയും പേരിലാണ്. എൻ്റെ ഫാദർ ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു. പണ്ടത്തെ കാലത്തെ ഇവിടെ അടുത്ത് പട്ടാളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പട്ടാളക്കാരൻ എൻ്റെ ഫാദറായിരുന്നു. അപ്പൊ നമ്മുടെ ലോകപ്രകാരം ഈ ലോകപ്രകാരം നമ്മളെ അറിയപ്പെടുന്നത് ഈ ലോകത്തിലെ മാതാപിതാക്കളാണ്. യേശുവിനെ കുറിച്ച് അന്നത്തെ ആൾക്കാർ പറഞ്ഞ ഇവൻ ഇവൻ യോസഫിന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ അല്ലയോ എന്നായിരുന്നു. അപ്പോൾ ലോകം നമ്മളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിലെ മാതാപിതാക്കളാണ്. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ജന്മമാണ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ കേട്ട വാക്യത്തിലൂടെ തന്നെ പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ജന്മമാണ് പ്രധാനപ്പെട്ടത്. കാരണം അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു. അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്താൽ അത്രേ ജനിച്ചത്. അപ്പൊ നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള ജന്മമാണ് ഇമ്പോർട്ടന്റ്. അത് ലോകം അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ ലോകത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് കാണുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് ഏതാണ്ട് ഒരുപോലാണ്. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ജന്മത്തിന് കാരണമായി തീരുന്നത് വേറെ ആരുമല്ല, ദൈവം മാത്രമാണ് അതിന് കാരണമായിരിക്കുന്നത്. അത് മാത്രമല്ല, എന്താണ് അതിന് കാരണമായി തീരുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരിച്ചവരുടെ ഇടയിലുള്ള പുനരുത്ഥാനമാണ് നമ്മുടെ രണ്ടാമത്തെ ജന്മത്തിന്റെ കാരണം. അപ്പൊ ആദ്യത്തെ ജന്മം എന്ന് പറഞ്ഞാൽ ബലഹീനതയിലാണ്. ആദ്യത്തെ നമ്മുടെ ജനപ്രകാരമുള്ള ജന്മം എന്തുവാ? ബലഹീന മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു. രണ്ടാമത്തെ ജന്മത്തിന്റെ ആധാരമായിരിക്കുന്നത് ദൈവശക്തിയുടെ പ്രവൃത്തിയാണ്. സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ മാത്രപ്പെടുത്താം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ആത്മീയമായിട്ട് ഗ്രഹിക്കുന്നില്ല. നമ്മളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളും ആ രീതിയിലാണ് ഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവമക്കൾ എന്നുള്ള പദവി നമ്മുടെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ എന്താണ് വലിയ പദവിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മള് ദൈവമക്കൾ എന്നുള്ള നമ്മുടെ തിരിച്ചറിയൽ, ദൈവമക്കൾ എന്ന് പറയുന്നത് ആത്മാവിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നമ്മളെ മറ്റുള്ളവരെ പോലെയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എന്നുള്ള പദവി എത്ര വലുതാണ്. അപ്പൊ നമ്മൾ ദൈവമക്കളാണെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നത് പിശാച് ഇഷ്ടപ്പെടുന്നില്ല. യേശു ദൈവപുത്രനാണെന്ന് അറിയുന്നത് പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. യേശുവിന്റെ സ്നാനത്തില് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് മരുഭൂമിയിലെ പരീക്ഷയിലാണ്. ഈ യേശുവിന്റെ അടുക്കൽ പിശാച് തന്ന, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകുവാൻ. അപ്പം യേശു ദൈവപുത്രൻ എന്ന് അറിയപ്പെടുന്നത് പിശാചിന് ഒട്ടും സന്തോഷമല്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ യേശു ദൈവപുത്രനാണ് എന്നുള്ള കാര്യം പരസ്യമായി അറിഞ്ഞത് പിശാചിന് ഒട്ടും അങ്ങോട്ട് രസമായില്ലെന്നാണ് കാണാൻ. കാരണം താൻ ഇവിടുത്തെ അവകാശിയാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പിശാചിന്റെ വാക്കിൽ നിന്നുണ്ടല്ലോ ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് വേറെ ഒരാള് പുത്രനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇവന്റെ പ്രിയപുത്രന് സ്വർഗത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവൻ അവകാശിയും ഈ അധികാരിയുമാണെന്ന് പിശാച് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ പിതാവുമായിട്ട് തെറ്റിക്കണം എന്നുള്ള ഒരു പരീക്ഷയിലേക്ക് കടന്നു വരികയാണ്. നിനക്ക് വിശക്കുന്നെങ്കിൽ ഈ കല്ല് അപ്പമാകുവാനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രനെങ്കിൽ നീയും പിതാവുമായിട്ടുള്ള ബന്ധത്തിനിടയ്ക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കണം. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുവാനുള്ള ഒരു പരീക്ഷയുമായിട്ട് അടുത്ത് വരുന്നു. അപ്പൊ അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ തിരിച്ചറിയൽ, അതിനെ പിശാച് ഭയപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മളെ കുറിച്ചും. നമ്മളൊക്കെ ദൈവമക്കൾ എന്നുള്ള ആ തിരിച്ചറിയൽ, ഐഡന്റിറ്റി, അത് പിശാചിന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവമക്കളെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ വാല്യൂ, അത് എത്രമാത്രം വലിയ പദവിയാണ്,
അതിന്റെ അധികാരം എന്തുവാണ്, അതിന്റെ അവകാശം എന്താണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ വേണ്ട പോലെ ദൈവമക്കൾ തിരിച്ചറിയുന്നില്ല. അപ്പം സ്വതന്ത്രം ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് പദവിയുള്ളത്? നമുക്ക് സ്വതന്ത്രം നമുക്കുള്ള അവകാശം എന്താണ്? നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്തെന്നും എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നുണ്ട്. നമുക്കുള്ള അവകാശം എന്താണ്? നമുക്ക് പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. നമ്മള് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം നമ്മുടെ അവകാശം എന്താണ്? പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട്, പൂർണ്ണ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട്, പൂർണ്ണ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട്. കേൾക്കുന്നുണ്ടോ? ശബ്ദം കുറവാണ്. ശബ്ദം കുറവാണോ? ശബ്ദം ഇവിടെ ഉണ്ട്. ഇവിടെ ക്ലിയർ ആണ്. ആണോ? എനിക്ക് കറക്റ്റ് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശം എന്താണെന്ന്, നമ്മുടെ അധികാരം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയരുത് എന്നുള്ളത് പിശാചിന്റെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ അവകാശമാണ് പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട്. ദൈവമക്കൾ എന്നുള്ള ദൈവത്തിൽ നിന്നുള്ളതെല്ലാം പൂർണ്ണമാണല്ലോ. ലോകത്തിൽ നിന്നുള്ളത് പോലെ അല്ലല്ലോ ദൈവത്തിൽ നിന്നുള്ളത്. ലോകത്തിൽ ലഭിക്കാത്തതാണ്, ദൈവത്തിൽ നിന്ന് ലഭിക്കുക എല്ലാം പൂർണ്ണമാണ്. അപ്പോൾ നമ്മള് പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ സമാധാനത്തോടെ, പൂർണ്ണ പ്രത്യാശയോടെ ജീവിക്കണമെന്നുള്ളത് നമ്മുടെ ദൈവമക്കൾ എന്നുള്ള നിലയിലെ ബോൺ പ്രിവിലേജാണ്, നമ്മുടെ ജന്മാവകാശമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, ഇപ്പൊ എന്റെ മക്കള് 3 പേരുണ്ട്. അവർക്ക് എനിക്കുള്ളതെല്ലാം അവർക്കുള്ളതാണ്. അവരുടെ എന്താ പറയുന്നത്, അവരുടെ സമൃദ്ധിയാണ്, അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയാണ് എന്റെ ലക്ഷ്യം തന്നെ. അപ്പോള് ഓക്കെ. അപ്പൊ ദൈവമക്കൾ എന്നുള്ള നിലയില്, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെന്നുള്ള നിലയില് പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുന്ന, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ മരണത്താല് നിരപ്പ് പ്രാപിച്ച് നമുക്ക് ദൈവസന്നിധിയിലുള്ളതെല്ലാം പൂർണ്ണമാണ്, പൂർണ്ണ സന്തോഷം. നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ എന്താ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാവെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ എന്റെ സന്തോഷം നിങ്ങളിരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. അപ്പൊ അങ്ങനെ ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണ സന്തോഷവും പൂർണ്ണ സമാധാനവും പൂർണ്ണ പ്രത്യാശയും, എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും അതിന്റെ പൂർണ്ണാവസ്ഥയിൽ അനുഭവിക്കുവാനായിട്ട് എന്താണ് അവകാശം ലഭിച്ചവരാണ് നമ്മൾ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടും, പിന്നെ എന്താണ് അതിനെ എങ്ങനെ സൂക്ഷിക്കാത്തത് കൊണ്ടും പലപ്പോഴും എന്ത് ചെയ്യാണ്, പിശാച് വന്ന് ഇഷ്ടമുള്ളപ്പോ വന്ന് നമ്മളെ കലക്കി, നമ്മുടെ കുടുംബങ്ങളെ കലക്കി, സഭകളെ കലക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. കാരണം നമ്മുടെ അവകാശം എന്താണെന്ന്, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശം ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ പോവുക എന്നുള്ളതിൽ അധികമായിട്ട് നമ്മുടെ അവകാശം എന്താണെന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഒരു കൃത്യമായിട്ടുള്ള ബോധ്യമൊന്നുമില്ല. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങൾ പലർക്കും എന്നേക്കാൾ കൂടുതൽ വചനം അറിയാവുന്നവരാണ്. പക്ഷെ എനിക്ക് വെളിപ്പെട്ട സത്യം അനുസരിച്ച് നമുക്ക് സ്തോത്രം ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കൾ എന്നുള്ള നിലയിൽ പൂർണ്ണ സന്തോഷത്തോടും പൂർണ്ണ സമാധാനത്തോടും പൂർണ്ണ പ്രത്യാശയോടും ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതിനെ എപ്പോഴെങ്കിലും വന്ന് പിശാചിന് ഇഷ്ടമുള്ളപ്പം വന്ന് നമ്മുടെ ജീവിതത്തിലെ കലഹം ഉണ്ടാക്കി, നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, നമ്മള് എന്ത് ചെയ്യാണ്, ചതിക്കപ്പെടുകയാണ്. നമ്മള് പിശാചിന്റെ തന്ത്രങ്ങൾ, അതുകൊണ്ടല്ലേ പറയും പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ എതിർത്ത് നിൽക്കാൻ കഴിയാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ഈ ബൈബിളില് എഴുതിയിരിക്കുന്ന സന്തോഷം, ഇതിനകത്തെ സമാധാനമൊക്കെ എന്റെ സമാധാനമാണ്. കാരണം ഈ ബൈബിളിലെ ദൈവം എന്റെ പിതാവാണ്. ദി ഗോഡ് ഓഫ് ദിസ് ബൈബിൾ ഈസ് മൈ ഫാദർ. ഈ ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിതാവാണ്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത് സമാധാനവും സന്തോഷവും എല്ലാം എന്ത് ചെയ്യാണ്, എനിക്ക് ആത്മാവും ജീവനുമായിട്ട് ഇനി തരികയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ ഇതിനകത്ത് ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് എന്ത് ചെയ്യാണ്,
പരിശുദ്ധാത്മാവിലൂടെ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ കൈമാറുകയാണ് ദൈവം ചെയ്യുന്നത്. അത് പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പിശാച് വന്ന് നമ്മുടെ ജീവിതത്തില് പിശാച് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും അല്ലേ വന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ഇഷ്ടമുള്ളപ്പോൾ വന്ന് നീക്കിക്കളയുവാനായിട്ട് പിശാചിന് നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഇന്ന് രാത്രി പരിശോധിക്കേണ്ടതാണ്. കാരണം ദൈവമക്കൾ എന്നുള്ള പദവിയിലെ നമ്മൾക്ക് ബോൺ റൈറ്റ് ആണ്, നമുക്ക് ജന്മന ഉള്ള പദവിയാണ്. ദൈവത്തിന്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് ഈ ദൈവസനിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണതയും ദൈവസനിലുള്ള പ്രത്യാശയും നമുക്ക് സ്ഥിരമായ നമ്മുടെ അവകാശമാണ്. അതിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ സ്തോത്രം എന്ത് ചെയ്യുക, അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരിക്കലും പിശാച് നേരിട്ട് നമ്മളോട് വരുന്നില്ല. ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ സഭക്കാരുടെയോ അല്ലെങ്കിൽ അയൽവാസിയുടെയോ ഒരു വാക്കോ പെരുമാറ്റമോ ആയിരിക്കും ത്രൂ അതിനെ പിശാച് എന്ത് ചെയ്യാണ് ഉപയോഗിച്ച് നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കളയുന്നെങ്കിൽ നമ്മൾ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷമോ സമാധാനമോ അല്ല, സ്ഥിരമായി നിൽക്കുന്ന ഒരു സമാധാനവും സന്തോഷമാണ് ദൈവമക്കളുടെ അവകാശം എന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സ്വതന്ത്രം നമുക്കിപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ തിരിച്ചറിയാനായിട്ട്, പ്രത്യേകിച്ച് പല ഉദ്യോഗം വഹിക്കുന്നവർക്ക് എന്തുണ്ട്, ഒരു ഐഡന്റിറ്റി കാർഡ് അവിടെ കഴുത്തിൽ ഇട്ടേക്കുന്നത് കാണാം. അപ്പം നമ്മൾ ദൈവമക്കൾ എന്നറിയപ്പെടുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് പുറമെ നമുക്കില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു, നാം ദൈവമക്കളെന്ന് സാക്ഷ്യം പറയുന്നു. അതുകൂടാതെ പരിശുദ്ധാത്മാവ്, നമ്മള് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പൊ പുറമെ കാണാൻ വയ്യാത്ത സ്തോത്രവും ഒരു മുദ്ര നമുക്കുണ്ട്. നമ്മൾ കർത്താവിന്റെ സ്വന്തമാണ്. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ കർത്താവിന്റെ സ്വന്തമാണ്. ഈസ് അവർ ഓണർ. നമ്മുടെ കർത്താവ് നമ്മുടെ ഓണറാണ്. ഓണർഷിപ്പിന്റെ അടയാളമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇതുണ്ട്, നമ്മുടെ മേലുണ്ട്. അത് പുറത്ത് കാണാൻ കഴിയത്തില്ല, പക്ഷെ നമ്മളത് ഗ്രഹിക്കണം. ശത്രുവിന് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും, ശത്രുവിന് തിരിച്ചറിയാം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. നമുക്ക് ഈ ഗ്രീക്ക് സംസ്കാരം അനുസരിച്ച് അവിടുത്തെ സംസ്കാരത്തിൽ അവിടെ ചെയ്ത ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു അടിമയായ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു ഉടമസ്ഥന്റെ അടിമയായ ഒരാള് ആ അടിമയായിരിക്കുന്നിടത്തും ഒളിച്ചോടിപ്പോയി ഈ ഗ്രീക്ക് ക്ഷേത്രങ്ങളിൽ ചെന്ന് അവിടുത്തെ പൂജാരിയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഞാൻ ഇന്നു മുതൽ ഇവിടുത്തെ ദേവന്റെ അടിമയായിരുന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂജാരി എന്ത് ചെയ്യുന്നറിയാമോ, ഈ അവിടുത്തെ ദേവന്റെ ഒരു പച്ച ഒരു അടയാളം ഈ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും പച്ച കുത്തും, അവിടുത്തെ ദേവന്റെ അടയാളം അവിടെ കുത്തും. അങ്ങനെ കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ, നേരത്തെ ഉണ്ടായിരുന്ന ആ ഉടമസ്ഥന്, എവിടെയാ താൻ നേരത്തെ അടിമയായിരുന്നു, ആ ഉടമസ്ഥൻ ഇനി എന്തില്ല, ഈ ആളുടെ ഈ അടിമയുടെ മേൽ അയാൾക്ക് വേറെ ഒരു അവകാശവും ഇല്ല. കാരണം ഈ പച്ച കുത്തിയിരിക്കുന്നത് ഈ ദേവന്റെ പച്ച കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ഉടമസ്ഥന് ഇയാളുടെ മേൽ ഒരവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഉടമസ്ഥന്റെ ഒരു മുദ്ര നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളെ പണ്ട് സ്വതന്ത്രം അടിമയാക്കി വെച്ചിരുന്ന പിശാചിന് നമ്മുടെ മേൽ ഒരു അവകാശമില്ല. ഇന്ന് രാത്രി അത് നമ്മൾ തിരിച്ചറിയണം. അത് സ്വതന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം. കാരണം ഒരു നിലയിലും നമ്മള് പിശാചിനെ പേടിക്കേണ്ടവരല്ല. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ പൊസിഷൻ നല്ലതുപോലെ തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മൾ ഈ ദൈവമക്കൾ എന്നുള്ള പദവി തന്നെ ഏറ്റവും വലിയൊരു പദവിയാണ്. അത് ഇപ്പം ലോകപ്രകാരം ഏതെങ്കിലും ഒരു പദവി ഉണ്ടെങ്കിൽ പാസ്റ്റർ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ, അല്ലെങ്കിൽ പിന്നെ സൂപ്രണ്ട്, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ഡോക്ടർ, ഇങ്ങനെയുള്ള ഒരു പൊസിഷൻസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഒരു ഓണറബിൾ പൊസിഷനാണ്. ദൈവമക്കൾ എന്നുള്ള പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചറിയാൻ ഒക്കുന്ന ഒരു പൊസിഷൻ അല്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അതൊരു വലിയ പദവിയാണ്. അതിന് ആധാരമായിട്ട് നമ്മൾ യൂദായുടെ ലേഖനം വായിക്കുക. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ട ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, ഈ യൂദായുടെ ലേഖനത്തിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വീഴാതെ വണ്ണം സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഴാതെ വണ്ണം സൂക്ഷിക്കുക.
അപ്പൊ വീഴാതെ വണ്ണം സൂക്ഷിക്കേണ്ടതിന് വീണുപോയ ചിലരുടെ ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അവരെങ്ങനെയാണ് വീഴാനിടയായി തീർന്നത്? അപ്പൊ ദൂതന്മാരെങ്ങനെ വീഴാനിടയായി തീർന്നത്? അവർക്ക് ദൈവം ഒരു പൊസിഷൻ കൊടുത്തിരുന്നു ദൈവസന്നിധിയിൽ. ആ പൊസിഷൻ കൊടുത്തിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനകത്ത് തൃപ്തിയില്ലാതെ അതിനേക്കാളിലും ഞാൻ മേഘോന്നതങ്ങളിൽ കയറും, ഞാൻ അത്യുന്നതന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അവിടെ എന്താ പറയുന്നത്, ഈ അവിടുത്തെ മ്യൂസിക് ഗ്രൂപ്പിന്റെ നേതൃത്വമായിരുന്നു അവർക്കുണ്ടായിരുന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല പദവി അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ അതിനകത്ത് തൃപ്തിയില്ലാതെ അതിനേക്കാളിലും മുകളിലുള്ളത് എന്ത് ചെയ്തു? വേണമെന്നുള്ള ആഗ്രഹം, അസൂയയുടെ ആത്മാവ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്ന ആത്മാവാണ് അസൂയയുടെ ആത്മാവ്. അപ്പോ അതിനുവേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് വെട്ടേറ്റ് വീട്ടുവാനിടയായി തീർന്നു. അതിനകത്തുനിന്ന് നമ്മളോട് സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവിയെ നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയൊരു പദവി നമുക്ക് തരാൻ വെക്കുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന എന്റെ പദവി, അതിനോടുകൂടെ ചേർക്കാൻ വേണ്ടി വേറെ ഒരു പദവിയില്ല. ഏറ്റവും വലിയൊരു വിലയേറിയ പദവി എനിക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പദവിയും നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളും അത് ചിലപ്പോൾ പിന്നെ അതിനകത്ത് ഏറ്റക്കുറച്ചിൽ വരും. ചിലപ്പോൾ കൂടുതൽ സാമ്പത്തിക സൗകര്യങ്ങൾ ലഭിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഇല്ലെന്നിരിക്കും. അപ്പൊ നമുക്ക് രണ്ടിനകത്തും ദൈവം തരുന്ന പൊസിഷനിലും ദൈവം തന്നിരിക്കുന്ന സൗകര്യത്തിലും നമ്മൾ തൃപ്തരാകുവാനായിട്ട് കഴിയണം. അതിൽ ഒരിക്കലും അതിർത്തി ഉണ്ടായിട്ട് ലോകത്തോട് അനുഭവപ്പെട്ടിട്ട് അസൂയയുടെ ആത്മാവിൽ നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? ആ വീണുപോയ ദൂതനെ പോലെ നമ്മളായി തീരുവാൻ കഴിയും. ഇന്ന് രാത്രി നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ, ഇന്ന് നമ്മൾ കാണുന്ന ആത്മീയ ലോകത്തിൽ തന്നെ എന്തിനു വേണ്ടിയാണുള്ള പിടിയാണ്? ആ പൊസിഷന്റെ പേരിലാണ്. ദൈവം ന്യായമായിട്ടൊരു പൊസിഷൻ തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്യായമായിട്ടും അനീതിയായിട്ടും ഒക്കെ ആ പൊസിഷൻ സ്വീകരിക്കുകയും ആ പൊസിഷനിൽ നിന്ന് മാറിക്കൊടുക്കാതിരിക്കുകയും ആ പൊസിഷന്റെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖം, അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ വീണുപോയ ദൂതന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാണ്, നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൊസിഷൻ. അപ്പൊ നമുക്കെന്തോ പൊസിഷൻ തന്നിരിക്കുന്നത്? ദൈവമക്കൾ എന്ന നിലയിൽ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ വലിയ പൊസിഷനാണ്, ഭയങ്കര പൊസിഷനാണ്. ആ പൊസിഷൻ നമ്മള് ആ ക്വാളിറ്റിയിൽ സൂക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മളോട് അതിനകത്തൂടെ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. നമുക്കറിയാം ചില സമയത്ത് ദൈവം നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കും. അതുകൂടെ നമുക്ക് നന്മയ്ക്കായിട്ട്. നമുക്കറിയാം ശ്രേഷ്ഠ അപ്പോസ്തലന്മാരൊക്കെ വളരെ കഷ്ടത്തിനകത്തൂടെ കടന്നുപോയി. പഴയ നിയമത്തിൽ അനേകം വിശുദ്ധന്മാർ വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. അങ്ങനെ കടന്നു പോകുന്നതെല്ലാം നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. നമ്മളെ എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് കൃത്യമായൊരു ബോധ്യമുണ്ട്. ആ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ചിലപ്പോൾ പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മളെ കടത്തിവിടും. ആ സമയത്ത് നമ്മൾ പൊറുപൊറുക്കാതെ നമ്മൾ അതിനെ മനഃപൂർവ്വമായിട്ട് അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വലിയ ഭയമുണ്ട്. കാരണം ഇത്രയും ശക്തനായിട്ടുള്ള ഒരു ദൈവദാസൻ തന്റെ ഓരോ പ്രസംഗത്തിലും എത്ര പേരാണ് സ്നാനപ്പെടുന്നത്? നമ്മൾ വായിക്കുന്നത് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള ജാതികളും എല്ലായിടത്തും ജനവും ഗലീലയിൽ നിന്നും എല്ലാവരും എത്തിയാണ് അവന്റെ വാക്ക് കേട്ട് സ്നാനപ്പെടാൻ വേണ്ടി വരികയാണ്. പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് സ്നാനം ഏൽക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മോശെ വലിയ അത്ഭുത പുരുഷനായിട്ട് കണ്ടെങ്കിലും ഇത്രയും വലിയൊരു മാനസാന്തരത്തിന്റെ അനുഭവം മോശെ മുഖാന്തരം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ശക്തനായ ഒരു നേതൃത്വം അവർ കണ്ടിട്ടില്ല. കർത്താവ് തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. ആ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എന്താണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. എന്നാൽ അദ്ദേഹം കുറച്ചു ദിവസം ജയിലിൽ കടന്നു കഴിഞ്ഞപ്പോൾ അതിന് തന്നെ തനിക്ക് മനസ്സുകൊണ്ട് അതിനെ അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഇങ്ങനെ വന്ന്, യേശു കൃത്യമായിട്ടും രക്ഷിതാവാണ്, കർത്താവാണെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് വിടുവിക്കാതെ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടു. എന്താണ് പറഞ്ഞു വിട്ടത്? വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇടറിപ്പോവാനായിട്ട് ഇടയാത്തി പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ദൈവമേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം എന്തുവാണ്? ഇത്രയും ശക്തനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസന് ഇന്നലെ വരെ ജ്വലിച്ചു നിന്ന ആള് ഇന്ന് കാരാഗ്രഹത്തിൽ അല്പസമയം ദിവസം കിടക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടറിപ്പോവാൻ ഇടയായി തീർന്നെങ്കിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും നമ്മൾ നിൽക്കുന്നെങ്കിൽ ദയയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദ്രവ്യാഗിരിയായി ഒരു പ്രശ്നത്തിന് പോയില്ല, ഒരു സ്ഥാനം മോഹിച്ചു പോയില്ല. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ താണ്ട് ഇവനാണ് ഇവന്റെ കാലിന്റെ ചെരുപ്പ് വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ താൻ യേശുവിന്റെ മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയ ആളാണ്. ഇങ്ങനെല്ലാമായിരുന്ന വ്യക്തിയായിട്ട് പോലും ചില ദിവസങ്ങളിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ താനെ ഇടറിപ്പോവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം, നമുക്ക് അധികമായിട്ട് ദൈവത്തിന്റെ ദയയിൽ ശരണപ്പെടും. ഇന്ന് നമ്മൾ നിൽക്കുന്നെങ്കിൽ നാളെ അതുപോലെ നിൽക്കുവാൻ കഴിയുമെന്ന് നമുക്ക് എന്ത് ഉറപ്പാണ്? അപ്പൊ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അതിനോട് ബന്ധത്തിൽ ചിന്തിക്കുന്നത്, ദൈവം നമുക്കായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വതന്ത്രം സന്തോഷിക്കുവാനായിട്ട് കഴിയണം. ഇതേ അവസ്ഥയിൽ തന്നെ കാരാഗ്രഹത്തിൽ പൗലോസ് ആയിരുന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞത് സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ, നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ സൗകര്യത്തിൽ നമ്മൾ ദൈവമക്കളാണെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകമായ അദൃശ്യമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മൾ ദൃശ്യമായിട്ട് നമ്മൾ കഷ്ടത്തിലൂടെ പോവുകയാണെങ്കിലും ബുദ്ധിമുട്ടിലൂടെ പോവുകയാണെങ്കിലും നമ്മൾ അന്ത്യകാലത്ത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുകയാണ്. അത് നമ്മൾ ഗ്രഹിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ബി സാറ്റിസ്ഫൈഡ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഇതില്ലല്ലോ മറ്റേയാൾക്ക് അത് ലഭിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിന്റെ മക്കളെന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ദൈവത്തിന്റെ സ്നേഹമാണ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ കാണുകയും, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു അല്ലേ. അപ്പൊ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കുന്നത് വേറെ ഒന്നുമല്ല, ലോകപ്രകാരം ഒന്നുമല്ല ലഭിക്കുന്നത്. ഏറ്റവും വലുത് നമുക്ക് ദൈവത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ ദൈവത്തിന് തരാനുള്ളത് വലിയ സ്നേഹമാണ്. അത് ഈ പുറത്ത് കാണിച്ച് മറ്റുള്ളവരുടെ അംഗീകാരം തേടാൻ വേണ്ടി ഒന്നുമില്ല. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുടിയനായ പുത്രന്റെ ആ കഥ വായിക്കുമ്പോൾ, ആ സംഭവം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മടങ്ങി വരുമ്പോൾ ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന് സ്നേഹം, മറ്റൊന്ന് ബഹുമാനം, മറ്റൊന്ന് സന്തോഷം. ഇതെല്ലാം നമുക്ക് കാണുന്നു. അതിന് അവസാനം പറയുന്നത് അതുകൊണ്ട് അവർ സന്തോഷിച്ചു തുടങ്ങിയെന്നാണ്, ആനന്ദിച്ചു തുടങ്ങിയെന്നാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട് എന്ന് പറഞ്ഞ സ്നേഹം, ബഹുമാനം, സന്തോഷം. ഇതൊരിക്കലും പൂർണ്ണമായിട്ട് ലോകത്തിൽ നിന്ന് കിട്ടുകയില്ല. ഇത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കുകയും വേണം. നമുക്ക് കിട്ടുന്നതാണെങ്കിലും അത് നമുക്ക് നമ്മുടേതായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയണം. കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകം വെറുപ്പിന്റെ ഒരു ലോകമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് അപമാനം ലഭിക്കാവുന്ന ഒരു ലോകമാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു ലോകമാണ്. ഇതിനെ 3-നെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും? നമുക്ക് നോക്കാം, എവിടുന്ന് നമ്മുടെ ബന്ധങ്ങള്, നമ്മുടെ ദൈനംദിന എക്സ്പീരിയൻസ് വെച്ച് നോക്കി, ഇത് ടോട്ടൽ ഒരു വെറുപ്പിന്റെ ലോകമാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും മുഷിഞ്ഞു പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അപമാനിക്കപ്പെടുന്നു. പലരുടെ സാക്ഷിയൊക്കെ പറയുന്നത് എന്നും അപമാനമാണ്. വാസ്തവത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിതെല്ലാം എന്ത് ചെയ്യണം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇത് നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അപമാനം, ഈ മനുഷ്യരിൽ നിന്ന് അപമാനം വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച ബഹുമാനം കൊണ്ട് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന അപമാനത്തെ നമ്മൾ എന്ത് ചെയ്യണം, എതിർത്ത് നിൽക്കണം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം കൊണ്ട് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ദുഃഖത്തെ റെസിസ്റ്റ് ചെയ്യണം. മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന വെറുപ്പിനെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യന്റെ വെറുപ്പിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം. അതെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്,
ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ മൂർത്തി വെളിപ്പെട്ട് അത്രയും മതി. അവൻ അപ്പൊ അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഈ അധർമ്മം ആണ് ഈ പറയുന്ന വെറുപ്പും ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിലെ നമ്മൾ ഈ വർഗീയ ശക്തികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതും അല്ലാതെ നമ്മുടെ ചുറ്റുപാടൊന്നും എവിടുന്ന് ഉണ്ടായി കഴിഞ്ഞാലും അവരിൽ നിന്ന് ഈ വെറുപ്പോ അപമാനമോ ചിലപ്പോ പിശാചിനറിയാം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുറി ഏൽപ്പിക്കണമെന്ന് ആരെ ഉപയോഗിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അവര് മനഃപൂർവ്വമായിരിക്കുകയല്ല. ചിലപ്പോ നമ്മുടെ യേശുവിന്റെ അടുക്കല് പത്രോസ് പോലും ചിലപ്പോൾ എന്താ പറയുന്നത് സാത്താന്റെ സ്വാധീനിക്കപ്പെട്ട് സംസാരിച്ചെന്ന് നമുക്കറിയാം. ചിലപ്പോ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പിന്റെ സംസാരം സംസാരിച്ചു കഴിയും. അപ്പോൾ അതെല്ലാം അധർമ്മത്തിന്റെ ഒരു വ്യാപാരം. ചിലപ്പോ അതിന്റെ സ്വാധീനത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവരോ നമ്മുടെ അയൽവക്കക്കാരോ നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലും ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യാം ഒരു പ്രത്യേക സ്വാധീനത്തിൽ വന്നിട്ട് അപ്രകാരം സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഷോക്കേകാൻ സാധ്യതയുണ്ട്. അപ്പൊ പറയാണ് ഇപ്പോഴെ തടുക്കുന്നവൻ, അതിനെ തടുത്തു നിർത്താനായിട്ട് കഴിയുന്നത് ആരാണ്? ആ തടുക്കുന്നവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മനുഷ്യന്റെ വെറുപ്പിനെ ഇത്രയും വലിയ സ്നേഹമാണെങ്കിൽ നമുക്ക് ഈ വലിയ വെറുപ്പിനെ ഒന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. ഇത്രയും വലിയ ബഹുമാനം എനിക്ക് ലഭിക്കുന്ന കിട്ടുമെങ്കിൽ ഈ അപമാനം എനിക്കൊന്നും ഇല്ല. ഇല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമുണ്ടല്ലോ, ഇത് നമ്മള് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മുറി വെക്കുന്നവരായിട്ട് ആ ഒരാളെന്നെ അപമാനിച്ചു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മുറി വെക്കുന്നു. പിന്നെ ആ മുറിവ് ദീർഘനാളുകൾ ആ മുറിവ് എന്ത് ചെയ്യുന്നു? ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു വാക്ക് നമ്മളെ അയാളുടെ ശത്രുവാക്കി തീർക്കുന്നു. ഇല്ലെങ്കിൽ കുറെ നാളുകൾ എടുത്ത് എന്ത് ചെയ്യുന്നു? കുറെ നാളുകൾക്ക് ശേഷമാണ് അത് പൊറുക്കുന്നത്. എന്നാൽ അത് എന്ത് ചെയ്യാണ്? അത് ടോട്ടലി അതിനെ സ്വീകരിക്കാതെ ഇരിക്കുക. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധയുടെ ആരംഭ സംഭവം തൊട്ട് എന്ത് ചെയ്യാൻ? അവൻ നിന്നിട്ട് നടത്തുമെന്ന് അവനെ തേളിയിടാൻ ഭാവിച്ചു. പിന്നെ വേണേ കർത്താവിന് പറയും, എന്തിനാ ഇതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, ഞാൻ തിരിച്ചു പോവാണ്. ഇല്ല, അടുത്ത ദിവസം വീണ്ടും എന്ത് ചെയ്തു? താൻ ഉപദ്രവേറ്റിട്ടും പറഞ്ഞു, എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ മുറിവിനെ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്ത് ചെയ്തു? ആ മുറിവ് ഏറ്റതേ ഇല്ല, മുറിവേൽക്കാനേ അനുവദിച്ചില്ല. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? മുറിവേൽക്കുന്നു. ആ മുറിവ് ദീർഘനാളുകളായിട്ട് നമ്മൾ ശത്രുവാക്കി മാറ്റുന്നു. പിന്നെ അല്ലെങ്കിൽ കുറെ സ്ഥിര എന്താ പറഞ്ഞ ആജീവനാന്ത ശത്രുവായിട്ട് ചിലരായി മാറുന്നു. അപ്പൊ അതിനകത്ത് പ്രശ്നം അവരുടെ കുറ്റമല്ല, നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നമുക്ക് ഇഷ്ടം പോലെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അംഗീകാരം കൊണ്ട് മനുഷ്യരുടെ തിരസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിജീവിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം കൊണ്ട് നമ്മൾ മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന വെറുപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിജീവിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നാലേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് നമ്മൾ ക്ഷീണിച്ചു വന്ന് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതുപോലെ ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങിയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. നമ്മള് യേശുവിന്റെ രാത്രി പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കേവലം കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുകയും അല്ല, ആലോചന ചോദിച്ചു മാത്രമല്ല, രാത്രി പിതാവിന്റെ സന്നിധിയിലെ ഹൃദയം പകർന്ന് എന്ത് ചെയ്യാണ്? അപ്പനും മകനും കൂടെ സ്നേഹം പകരുകയാണ്. ആ സ്നേഹത്തിൽ പകരുന്നതായിരുന്നു ഈ രാത്രി മുഴുവനും ഉള്ള പ്രാർത്ഥനയുടെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഹൃദയം പകരുന്ന അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാറുണ്ട്. റോമന്റെ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചെന്നറിയാം. പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു നമ്മൾ അന്യഭാഷ പറയുന്നതല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നമുക്ക് അതിനകത്ത് തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന ദൈവം തരുന്ന സ്നേഹവും ബഹുമാനവും ദൈവം തരുന്ന സന്തോഷവും അംഗീകാരവും എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ട് ലോകത്തിൽ നിന്ന് വരുന്ന വെറുപ്പും പ്രതികൂലവും നമ്മൾ ഗണ്യമാക്കുന്നില്ല. അല്ലാതെ മുറിവേറ്റ് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് പതുക്കെ അല്ലെങ്കിൽ ആള് വന്ന് നമ്മളോട് ക്ഷമയെ വഹിച്ചിട്ട് നമുക്ക് മുറിവ് പൊറുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലെ ആ മുറിവിനെ
മുറിവ് അംഗീകരിക്കാതെ, മുറിവ് ഏൽക്കുന്നേ ഇല്ല എനിക്ക്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരണം. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കുന്നില്ല. കാരണം ദൈവം എനിക്ക് ഇഷ്ടംപോലെ സ്നേഹവും ബഹുമാനവും എല്ലാം എനിക്ക് തരുന്നു. അതെന്റെ ഹൃദയത്തിനകത്ത് ഞാൻ സൂക്ഷിക്കുകയാണ്. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാനായിട്ട് നമ്മുടെ കർത്താവ് യേശുവിന്റെ അനുഭവം നോക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 19 20-ന്റെ 19 ആഴ്ചവട്ടത്തിന്റെ ഒന്നാമതായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കൈയും വിലാപം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, മതി, അത്രയും മതി. അപ്പൊ നമ്മൾ നോക്കിക്കോണേ, ഈ 3 ദിവസം മുമ്പാണ് കർത്താവിന് ഈ അടിയേറ്റതെല്ലാം. അവനെ പിടിച്ചപ്പോ തന്നെ എന്ത് ചെയ്തു? അവനെ ചേട്ടത്തടിച്ചു, പിന്നെ മുഷ്ടി ചുരുട്ടി കുത്തി. അപ്പൊ ഇപ്പം പറയുന്നത് ഞാൻ ഈ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, എന്നെ ആരൊക്കെ എന്തോ ചെയ്തത് കാണിച്ചു തരാം എന്നല്ല കർത്താവ് പറയുന്നത്. യാതൊരു ഇല്ല. നോക്ക്, ഇതാണ് ഈ കൈയും കാലിലുമാണ് ഇന്നലെ മുറിവേറ്റത്. എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് ആരോടും ഒരു വിഷമവും ഇല്ല. നോക്ക്, ഈ കയ്യിലും കാലിലും മുറിവോടെ കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? എല്ലാ പാടുകളും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്തില്ല? താൻ മനസ്സിന് മുറിവേൽക്കാതെ ആത്മശക്തിയാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആ ക്രൂശിനെ സഹിച്ചിട്ട് പറയാം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്കൊന്നും ഭാരപ്പെടേണ്ട കാര്യം, എന്നെ അടിച്ചോട്ടൊന്നും നിങ്ങൾക്ക് സ്വതന്ത്രം എന്താ, അതിൽ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. നോക്ക് ദൈവങ്ങളെ, 3 ദിവസമേ ആയുള്ളൂ. 3 ദിവസം അല്ലേ? നമ്മൾ ഓർത്ത് നോക്കി, നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഏറ്റ എത്ര മുറിവുകള് മറ്റുള്ളവരിൽ ഇതുപോലൊന്നും നമ്മൾ ഏറ്റിട്ടില്ലല്ലോ. തുപ്പലേറ്റതിന്റെയും അടിയേറ്റതിന്റെയും കന്നത്തടിച്ചതിന്റെയും ഒരു കാരണവും കൂടാതെ അതാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കാരണമെങ്കിലും കാണും. നോക്കൂ, ഇവിടെ കാരണം കൂടാതെ എല്ലാം സഹിച്ചിട്ട് 3-ാം നാൾ വന്നിട്ട് പറയാണ്, ദാണ്ട് ഇത് കണ്ടോ, നിങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഏതെങ്കിലും മുറിവുകൾ നമ്മളെ പിൻപറ്റി, അത് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയും യേശുവിന്റെ കൈ കൂടെ അല്ലേ, പ്രവാചകന്റെ കൈയും കാലും എല്ലാം എന്താ പറയുന്നത്, മരിച്ച ബാലന്റെ കൈയോട് ചേർത്ത് വെച്ചതുപോലെ ഇന്ന് രാത്രി വെളിപ്പെടുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആണിപ്പെടുന്നുള്ള കൈയോട് കാലിനോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാം, സ്തോത്രം, ആ സമാധാനം എന്റെ സമാധാനമാണ്. ആ സമാധാനത്തിൽ എനിക്ക് എല്ലാവരോടും മുറിവില്ലാത്ത ഒരു ബന്ധം, മുറിവില്ലാത്ത ഒരു എന്താ പറയുന്നത്, ആ ഐക്യതയിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് കഴിയട്ടെ. ഈ രാത്രി നമുക്ക് ദൈവസന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ മകനും മകളെന്നുള്ള നിലയിൽ നമുക്ക് വലിയ പദവികളാണ് തന്നിരിക്കുന്നത്. ഞാനൊന്നും ഇന്ന് രാത്രി എത്ര സമയം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീരാത്തതുപോലെ വിഷയങ്ങളുണ്ട്. നമ്മൾ ലഭിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ സ്വത്രം അത് സ്വത്രം കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രയോജനമായെങ്കിൽ അത് പറയാം. ഒരു കാര്യം കൂടെ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മൾ വായിച്ച കാര്യം എന്താണ്? ആദ്യം വായിച്ച കാര്യം, അവര് ദൈവത്തിൽ നിന്നത്രേ 12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ. ദൈവത്തിൽ നിന്ന് ജനിച്ചെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഗൗരവമായിട്ട് ചിന്തിക്കണം. എത്ര വലിയ ആളിൽ നിന്നാണ് നമ്മൾ ജനിച്ചത്, എത്രയും വലിയവനാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഭാവിയുടെ വിഷയം മൊത്തം ദൈവത്തിന്റെ കയ്യിലിരിക്കുകയാണ്. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞപ്പോ ഈ ദൈവം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ജനിപ്പിച്ചപ്പോ എല്ലാം കണക്ക് കൂട്ടിയിട്ടൊന്നുമല്ല ജനിപ്പിക്കുന്നത്. അവർ സ്വാഭാവികമായി അവരുടെ ബന്ധത്തിൽ നമ്മൾ ജനിച്ചു. നമ്മുടെ അങ്ങനെയാണ്, നമുക്കും അങ്ങനെയാണ് മക്കളെ ജനിച്ചത്. മനസ്സിലായില്ലോ? ഇന്ന മകനെ ജനിപ്പിക്കണം എന്നുള്ള മനഃപൂർവ്വമായിട്ടല്ല നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. നമ്മുടെ സ്വാഭാവികമായ ബന്ധത്തിൽ അവരുണ്ടായി. പക്ഷെ ദൈവം ജനിപ്പിച്ചപ്പോൾ ദൈവം മനഃപൂർവ്വമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം മൊത്തം കണക്ക് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ദൈവം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ജനിപ്പിച്ചത്. ഈ ജനിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്തോ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടല്ല. ജനിപ്പിക്കുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? ഓരോ വ്യക്തിയും, ദൈവത്തിൽ നിന്ന് ജനിച്ച ഓരോ വ്യക്തിയെയും അത് പൂർണ്ണ നിലയിലേക്ക് ആകുവാനുള്ള സകല പദ്ധതികളും ദൈവം മുന്നമേ കണ്ടിട്ടാണ് ദൈവം ഓരോരുത്തരെയും ജനിപ്പിക്കുന്നത്.
അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ ഈ ദൈവം, നമ്മളെ ജനിപ്പിച്ച ദൈവം എത്ര സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, എത്ര വലിയവനാണ്. നമ്മുടെ ഇനി തൊട്ട് നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഈ ലോകം എങ്ങനെ ഉള്ള നിലയിലല്ല, ഈ ലോകത്തിലെ മാതാപിതാക്കൾ എങ്ങനെ ഉണ്ടെന്നുള്ളതിലല്ല, നമ്മളെ ജനിപ്പിച്ച ദൈവം എത്ര വലിയവനാണ് എന്നുള്ള ആ ആശ്രയത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തെയും നമുക്ക് ധൈര്യത്തോടെ ആശ്രയിക്കുവാൻ തക്കവണ്ണം, നമുക്ക് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അധീനമല്ല. പക്ഷെ നമ്മളെ ജനിപ്പിച്ച ദൈവത്തിന്റെ കീഴിലാണ് സകലവും അവന്റെ കാൽ കീഴാണ്, സകലവും അവൻ നിയന്ത്രിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് കാര്യത്തിലും പല കാര്യങ്ങൾക്ക് നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അതീതമാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ ദൈവത്തിന് അധീനമാണ്. നമ്മളെ ജനിപ്പിച്ച ദൈവത്തിന് അധീനമാണ്, അവന്റെ കാൽ കീഴാണ്. അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയും. ഒരു ചിന്ത കൂടെ ഞാൻ പങ്കുവച്ചിട്ട് ഞാൻ ഈ സൂക്ഷയിൽ വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വലിയൊരു ചിന്ത വന്നത് എന്താണെന്ന് അറിയാമോ? ഈ നമ്മുടെ ചുറ്റുപാടും ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒരുപാട് പേരുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ബന്ധത്തിലും, നമ്മുടെ ചുറ്റുപാടും ഒക്കെ ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഈ ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത അവരും ദൈവത്തിൽ നിന്ന് ജനിച്ച ഞാനും തമ്മിൽ എത്ര വ്യത്യാസം കാണും. സപ്പോസ് നമ്മളെ ജനിപ്പിച്ച ദൈവത്തിന് ഒരു ഫിസിക്കൽ ബോഡി ഇല്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ദൈവത്തിനൊരു ഭൗതിക ശരീരമില്ല. ഉണ്ടെങ്കിൽ ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് പിന്നെന്ത് ചെയ്യാണ്, ദൈവം വലിയവനാണെന്നുള്ളതിൽ ഒരു ഫിസിക്കൽ ബോഡി സങ്കല്പിക്കുക. അപ്പം ദൈവം ഒത്തിരി പൊക്കമുള്ളവൻ. എന്റെ ഈ ലോകത്തിൽ എന്നെ ജനിപ്പിച്ച എന്റെ ലോകത്തിലുള്ള പിതാവിനേക്കാളിലും ഒരു ഭൗതിക ശരീരം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒത്തിരി പൊക്കം ഉണ്ടായിരുന്നേനെ, അല്ലെ? സ്വർഗത്തോളം പൊക്കം. അങ്ങനെയാണ് എന്ത് ചെയ്തതിന്? ഞാൻ രണ്ടാമത് വീണ്ടും ജനിച്ച സമയം തൊട്ട് എന്ത് ചെയ്തതിന്? എന്റെ പൊക്കം കൂടി വന്നതിന് ഓരോ ദിവസവും. അപ്പൊ 40 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്. അപ്പം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞ ശേഷം എന്റെ അയലോക്കത്തുള്ള മറ്റുള്ളവരെക്കാളും എനിക്ക് പൊക്കം കൂടി വന്നേനെ. എന്തായാലും ശരി, ഞാനൊരു സങ്കല്പത്തിന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കർത്താവിന് ഒരു ഭൗതിക ശരീരമില്ല. നമ്മുടെ കർത്താവിന്റെ സ്വഭാവമാണ് ഇവിടെ വിഷയം. സ്വഭാവം കൊണ്ട് ഒത്തിരി വലിയവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ നിങ്ങളുടെയും ചിന്തയിൽ ഒരു കാര്യം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത എൻ്റെ അയലോക്കക്കാരെക്കാളിലും എത്ര വലിയതായിരിക്കട്ടെ എൻ്റെ സ്വഭാവം, എത്ര വ്യത്യസ്തനായിരിക്കണം നമ്മൾ. അവന്റെ സ്വഭാവത്തില്, സ്നേഹത്തില്, സന്തോഷത്തില്, താഴ്മയില്, ദീർഘക്ഷമയില്, അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചെന്ന് ഞാൻ അവകാശം പറയുന്ന ഞാന്, ദൈവമക്കളാണെന്ന് അവകാശം പറയുന്ന ഞാന്, ദൈവമക്കൾ ആകാത്ത മറ്റുള്ള പ്രിയപ്പെട്ടവര്, അവരുമായിട്ട് നമ്മൾ ഭൗതിക വിഷയത്തിനൊന്നുമല്ല കമ്പയർ ചെയ്യേണ്ടത്. അവന്റെ ശമ്പളം, എന്റെ ശമ്പളം, അവന്റെ കാറ്, എന്റെ കാറ്, അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതൊക്കെ ലോകത്തിന്റെ വിഷയമാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അവനേക്കാളിലും എത്രമാത്രം ശ്രേഷ്ഠത നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു ഗൗരവമായിട്ട് ചിന്തിച്ച്, കർത്താവെ, എനിക്ക് ദൈവത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ കർത്താവെ അവരെക്കാളിലും വ്യത്യസ്തമായ സ്വഭാവം എനിക്ക് പ്രദർശിപ്പിക്കുവാൻ എനിക്ക് കഴിയണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഇവിടെ കൂടെ ആയിരിക്കുന്ന എല്ലാവരും, ഞാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ മകൻ എന്നുള്ള നിലയിൽ എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, എന്റെ അയൽവക്കക്കാരുടെ മുമ്പിൽ, എന്നെ കാണുന്നവരുടെ മുമ്പിൽ വ്യത്യസ്തനായിട്ട് കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തികച്ചും വ്യത്യസ്തനായിട്ട് കാണേണ്ടതല്ലേ? കാരണം അത്ര വലിയ, അത്ര സ്നേഹമുള്ള, എത്ര സൽഗുണപൂർണനായ ഒരു ദൈവത്തിന്റെ മകനായിട്ട് ഞാൻ തീരുമ്പോൾ ആ അപ്പന്റെ എന്തെങ്കിലും ഗുണം, വ്യത്യസ്തമായ രീതിയിൽ വിശേഷമായ ഗുണം എനിക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി സ്തോത്രം, നിങ്ങളുടെ ചിന്ത ഉണർത്തുകയാണ്. എല്ലാവർക്കും ദൈവസന്നിധിയില് ഒന്നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവെ, സ്തോത്രം, എനിക്ക് ആ വ്യത്യസ്തത ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്, പ്രദർശിപ്പിക്കാനായിട്ട് കഴിയണേ എന്നുള്ള പ്രാർത്ഥന